അമൃതം ആനന്ദം അമ്മ. ഇന്ന് മാതാ അമൃതാനന്ദമയുടെ 72-ാം പിറന്നാളാണ്. 72 ഗണപതി ഹോമങ്ങളോടെ അമൃതപുരിയിൽ ആഘോഷങ്ങൾക്ക് തുടക്കമായി. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിമാരും അടക്കം ഇന്ന് അമൃതപുരിയിലേക്ക് എത്തും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ ചടങ്ങുകളുടെ ഭാഗമാകും. വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ എവിടം വരെയാണ് എത്തിയിരിക്കുന്നത്? ദുർഗ, മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72-ാം ജന്മദിനാഘോഷങ്ങൾക്കാണ് അമൃതപുരിയിൽ തുടക്കമായിരിക്കുന്നത്. 72 ഗണപതി ഹോമങ്ങളോടെയാണ് ഇപ്പോൾ ഈ അമൃതപുരിയിൽ വിശ്വവിദ്യാപീഠത്തിൽ ഈ ചടങ്ങുകൾക്ക് തുടക്കമായത്. എന്തായാലും വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് നടക്കുക. അതോടൊപ്പം തന്നെ ഭാരതത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനവാസി ഗോത്രാംഗങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു ലോകം ഒരു ഹൃദയം എന്ന സങ്കല്പത്തിലുള്ള ലോകശാന്തി പ്രാർത്ഥനയും അല്പസമയത്തിനകമുണ്ടാകും. അതോടൊപ്പം തന്നെ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗമടക്കം രാവിലെ ഉണ്ടാകും. എന്തായാലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് എത്തിച്ചേരുന്നത്. ലക്ഷക്കണക്കിന് പേർ, അതായത് 4 ലക്ഷം പേരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ എല്ലാ തവണയും പോലെ തന്നെ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ, അതോടൊപ്പം തന്നെ വിവിധ സേവന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളൊക്കെ ഇന്നുണ്ടാകും. നേരത്തെ സൂചിപ്പിച്ചു, ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തരെന്ന് പറയുമ്പോൾ ലോകത്തിന് മുഴുവൻ സ്നേഹമെന്നൊരു സന്ദേശം, കാരുണ്യവും സേവനമെന്നുള്ള സന്ദേശം നൽകിയിട്ടുള്ള മാതാ അമൃതാനന്ദമയി ദേവിയെ നേരിട്ട് കാണാൻ, ഇന്ന് ദർശനം നടത്തുവാൻ വേണ്ടിയാണ് ഓരോരുത്തരും ഇന്ന് എത്തിച്ചേരുന്നത്. ഇന്ന് എത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്, സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം, ആദരവ് കഴിഞ്ഞ ദിവസം മാതാ അമൃതാനന്ദമയി ദേവിക്ക് ലഭിച്ചിരുന്നു. അതായത് ഐക്യരാഷ്ട്രസഭയിൽ അവിടെ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ സംസാരിച്ചതിൻ്റെ 25ാമത് വാർഷികം, അതായത് രജത ജൂബിലി ആഘോഷങ്ങളാണ് നടന്നു വരുന്നത്. ഈ ജന്മദിനത്തോടൊപ്പം തന്നെ ഈ രജത ജൂബിലി ആഘോഷവേള കൂടെയുള്ളത് വലിയ സന്തോഷമാണ് ഇവിടെയുള്ളവർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അംഗീകാരം കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ നേരിട്ടെത്തിയാണ് ഈ ആദരവ് നൽകിയത്. എന്തായാലും ഇന്ന് നടക്കുന്ന ചടങ്ങുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ 72-ാം പിറന്നാളായതുകൊണ്ട് തന്നെ 72 ഗണപതി ഹോമങ്ങൾ, സന്യാസിനിമാർ ഈ കാർമ്മികത്വം വഹിക്കുന്ന ഈ ഗണപതി ഹോമമാണ് ഇപ്പോൾ ഈ മുഖ്യവേദിക്ക് സമീപത്തായി നടക്കുന്നത്. ഈ അമൃത വിശ്വവിദ്യാപീഠത്തിലാണ് ചടങ്ങുകൾ മുഴുവൻ ഉണ്ടാകുക. രാവിലെ 7:45-ന് സംഗീത സദസ്സുണ്ടാവും. അതോടൊപ്പം തന്നെ 9 മണിയോടെയാണ് ഗുരുപാദ പൂജ ആരംഭിക്കുക. കഴിഞ്ഞ ദിവസം തന്നെ മാതാ അമൃതാനന്ദമയി ദേവി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു, ഭക്തർക്ക് ദർശനം നൽകിയിരുന്നു. അവരൊക്കെ തന്നെ നേരിട്ട് കണ്ട ശേഷം ഭജനയടക്കം ഉണ്ടായിരുന്നു. ഇന്ന് 9:45-നാണ് മാതാ അമൃതാനന്ദമയി ദേവിയുടെ സത്സംഗമുണ്ടാകുക. തുടർന്ന് ഈ ലോകശാന്തിക്കായുള്ള ധ്യാനവും ഭജനയും ഉണ്ടാകും. അതോടൊപ്പം തന്നെ രാവിലെ 11 മണിയോടുകൂടി ഔപചാരിക ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കും. 25 വർഷം മുൻപ് ഈ ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയിട്ടുള്ള മലയാള പ്രഭാഷണത്തിൻ്റെ വീഡിയോ ദൃശ്യമടക്കം ഇവിടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഒരു ലോകം ഒരു ഹൃദയം എന്ന വിഷയത്തെ ഉപചരിച്ചുകൊണ്ട് സ്കൂൾ കുട്ടികൾക്കായി നടത്തുന്ന മലയാള ഉപന്യാസ മത്സരത്തിൻ്റെ ഉദ്ഘാടനവും ഇവിടെ നടക്കും. 72 പ്രമുഖ വ്യക്തികൾ എഴുതിയ അനുഭവങ്ങളുടെ സമാഹാരമായിട്ടുള്ള അമ്മക്കടൽ എന്ന പുസ്തകത്തിൻ്റെ അനാച്ഛാദനവും ഉണ്ടാകും. അതോടൊപ്പം തന്നെ അമൃതകീർത്തി പുരസ്കാരം, അതായത് PR നാഥനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്, അദ്ദേഹത്തെ ആദരിക്കും. അതോടൊപ്പം കൊച്ചിയിലും ഹരീദാബാദിലുമുള്ള അമൃത ആശുപത്രികളിൽ നടത്താൻ പോകുന്ന ഈ സൗജന്യ ശസ്ത്രക്രിയകളുടെ പ്രഖ്യാപനം, അതായത് നിരവധി കുട്ടികൾക്കുൾപ്പെടെ ഈ കൊച്ചിയിൽ ഇപ്പോൾ അതിൻ്റെ ക്യാമ്പുകൾ നടന്നു വരികയാണ്. ഈ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായിട്ടുള്ള അതിൻ്റെയൊക്കെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമുണ്ടാകും. അതോടൊപ്പം തന്നെ അമൃത സർവകലാശാലയുടെ കീഴിലുള്ള അസിസ്റ്റീവ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ എന്ന വിഭാഗത്തിൻ്റെ പുതിയ UNESCO അംഗീകാരത്തിൻ്റെ പ്രഖ്യാപനം, അത് 3
രണ്ട് അംഗീകാരങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നു. മൂന്നാമതായി വീണ്ടും ഒരു അംഗീകാരം ഈ വേളയിൽ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സേവന കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ നിർധനരായ 6000 കുടുംബങ്ങൾക്കാണ് ശൗചാലയങ്ങൾ നിർമ്മിച്ച് നൽകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഇന്നുണ്ടാകും. അതോടൊപ്പം പുതിയ ആശ്രമ പ്രസിദ്ധീകരണങ്ങളുടെ പ്രകാശനവും അതിഥികളുടെ പ്രഭാഷണവും ഒക്കെ ഉണ്ടാകും. അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള സ്വാശ്രയ സംഘാംഗങ്ങൾക്കുള്ള വസ്ത്രവിതരണവും സമൂഹ വിവാഹവും അടക്കമുണ്ടാകും. എന്തായാലും ഇപ്പോൾ ഗണപതി ഹോമം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഗോത്ര വർഗത്തിൻ്റെ ഒരു വിശ്വശാന്തി പ്രാർത്ഥനയൊക്കെ ഇവിടെ ഉണ്ടാകും. എന്തായാലും നിരവധി പ്രമുഖരാണ് ഇന്നേ ദിവസം ഇവിടേക്ക് ഈ അമൃതപുരിയിലേക്ക് എത്തിച്ചേരുക. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരടക്കം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം സിനിമാ താരങ്ങളും ഇങ്ങോട്ടേക്ക് എത്തും. നമ്മൾ എല്ലാ തവണയും കാണുന്നതാണ് അമൃതപുരിയിലേക്ക് ഈ ഒരു ദിവസം, അതായത് സെപ്റ്റംബർ 27 എന്ന് പറയുന്ന മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഈ ജന്മദിനത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുക. അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ അമൃതപുരിയിൽ ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസത്തോടു കൂടി ഭക്തരെല്ലാം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തി തുടങ്ങി. ഇനി കൃത്യമായും അവരെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തമടക്കം പോലീസിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ വരുന്ന പാതയിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആശ്രമവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പേർ, അതായത് വിദ്യാർത്ഥികളടക്കം ഈ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. നമ്മൾ രാവിലെ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇവിടേക്ക് എത്തുന്നവർക്കും അതോടൊപ്പം അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്നത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കമാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു തിരക്ക് തന്നെ, അതായത് ഈ പുലർച്ചെ ഗണപതി ഹോമത്തിന് തന്നെ ഇവിടേക്ക് വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മറ്റു ചടങ്ങുകൾക്കും തുടക്കമാകും. ദുർഗ. ശരി, അമൃതപുരിയിൽ നിന്നും വിശദമായ റിപ്പോർട്ട് പങ്കുവയ്ക്കുകയായിരുന്നു M. മനോജ്.